ഓം ശാന്തി. ലോകത്തിൽ സമ്പന്നരും ദരിദ്രരും തമ്മിൽ എന്താ അന്തരം? കാണാൻ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ? എല്ലാവർക്കും മജ്ജയും മാംസവും കലർന്ന ശരീരമുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും തലച്ചോറുണ്ട്. രണ്ടുപേരുടെയും സ്ട്രക്ചർ നോക്കിയാൽ രണ്ടും മനുഷ്യന്മാരുടെ ശരീരം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തിൻ്റെ വ്യത്യാസത്തിലാണ് കുറച്ച് ആളുകൾ ധനികരും കുറച്ച് ആളുകൾ ദരിദ്രരും ആവുന്നത്? മുഖ്യമായിട്ടും പറഞ്ഞാൽ നമുക്ക് രണ്ട് അസറ്റ്സ് ഉണ്ട് നമ്മുടെ. ഒന്ന് ഈ ഫിസിക്കലായിരിക്കുന്ന ബോഡി, മറ്റൊന്ന് അതിൻ്റെ ഉള്ളതായിട്ടുള്ള സോഫ്റ്റ്വെയർ അഥവാ മനസ്സ്, ബുദ്ധി, സംസ്കാരം. കമ്പനി ഭാഷ നമ്മൾ പറയുകയാണെങ്കിൽ MIS ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു കമ്പനിയുടെ മനുഷ്യ വ്യക്തിത്വം എന്ന കമ്പനിയിലെ MIS എന്ന് പറയുന്നത് മൈൻഡ്, ഇൻ്റലക്റ്റ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഈ മൂന്നിൻ്റെ ആധാരത്തിൽ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും സംസ്കാരവും നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു? നിരന്തരമായ കർമ്മങ്ങൾ കൊണ്ട് ഏത് ടൈപ്പ് സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്തു? നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഏത് ലെവൽ നിങ്ങൾ ഉപയോഗിക്കുന്നു? അഥവാ നിങ്ങൾക്ക് കിട്ടിയ സോഫ്റ്റ്വെയറിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിൻ്റെ ആധാരത്തിലാണ് ഒരാൾ ധനികനായിട്ട് മാറുന്നതും അഥവാ ദരിദ്രനായിട്ട് മാറുന്നതും. ശരിക്കും ലോകത്തിൽ ജനതേനെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ധനികർക്കുള്ള കുറച്ച് സ്വഭാവങ്ങളും ദരിദ്രർക്കുള്ള കുറച്ച് സ്വഭാവങ്ങളും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കൊരു കാര്യം ഫീൽ ചെയ്തിട്ടുള്ളത്, ഒരു ധനികനായിട്ടുള്ള ഒരാൾ പറയാറുണ്ട്, എല്ലാവരും പണമെറിഞ്ഞ് പണം കൊയ്യും എന്നൊക്കെ പറയും. പണമെറിഞ്ഞ് പണം കൊയ്യുക എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമല്ല കാര്യം നടക്കുന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ജിയോ ഫോൺ. ആ ഫോൺ നമുക്ക് തരാൻ വേണ്ടി 2.5 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് ഇത്രയും സമയത്ത് ധനം ചെലവഴിച്ചു, അതിനുവേണ്ടി സമയം ചെലവഴിച്ചു, എന്തൊക്കെ ടെക്നോളജി അതിനു വേണ്ടി ഉപയോഗിക്കണോ ആ ഹാർഡ് വർക്ക് എല്ലാം ചെയ്തു, മീറ്റിംഗ്സ് കൂടി, ആളുകൾ ഉപയോഗിച്ചു, കാര്യങ്ങൾ ചെയ്തു. വർഷങ്ങളോളം അവരുടെ ഒരു ദിവസം ജിയോ ഫോൺ കൊണ്ടുവരുന്നു എന്ന് അനൗൺസ് ചെയ്തുവെങ്കിൽ അതിന് 4-5 വർഷം മുന്നെങ്കിലും അവരെ മനസ്സിൽ ആശയം വന്നിട്ടുണ്ടായിരിക്കണം, അതിനുള്ള സ്റ്റഡി ആരംഭിച്ചിട്ടുണ്ടായിരിക്കണം, ടീം വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരിക്കണം, ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതിന് കുറേ സമയത്തെ മനസ്സും സങ്കല്പധാരയും ചിന്തകളും പ്ലാനിങ്ങും ഊർജവും പൈസയും സമയവും എല്ലാം ചെലവഴിച്ചിട്ടാണ് നമ്മുടെ അടുത്തൊക്കെ ഈ ജിയോ ഫോൺ വന്നത്. മാക്സിമം നമ്മൾ എന്ത് കൊടുക്കുന്നു? 3 മാസത്തേക്ക് ഒരു 399 രൂപ, അല്ലെങ്കിൽ അത്രയും ചുരുങ്ങിയത് ഒരു 600 രൂപയുടെ പ്ലാൻ എടുത്താൽ നമുക്ക് 3 മാസത്തേക്ക് ഇൻ്റർനെറ്റുമായി ജിയോ ആയി. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്, ഈ ജിയോ ഫോൺ വരുന്നേക്കാൾ മുന്നുള്ള കാലഘട്ടത്തിലൊക്കെ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പേടിയുള്ളൊരു സാധനമാണെങ്കിൽ മുത്തശ്ശിമാർ വരെ മൊബൈൽ ഉപയോഗിച്ച് ടിവിയും സിനിമയും ഒക്കെ കാണാൻ തുടങ്ങിയത് ഈ ജിയോ ഫോൺ വന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഈ ഇൻ്റർനെറ്റ് എന്നൊരു സാധനത്തിന് എല്ലാവരുടെയും കോമൺ ആക്കിക്കൊണ്ട് ചുരുങ്ങിയ പൈസ എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങി തൻ്റെ ലാഭം ഉണ്ടാക്കുന്ന വരെയുള്ളൊരു ടൈമുണ്ട്. 5 വർഷമാവാം, ചിലപ്പോൾ 8 വർഷമാവാം, 10 വർഷമാവാം, അവരെടുത്ത് അത്ര വർഷം. ആ വർഷ കാലഘട്ടത്തിൽ സമയം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ അധ്വാനം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, പൈസ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, ടീം വർക്ക് അതിനു വേണ്ടി ഉപയോഗിച്ചു. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പീരീഡിൽ ഉടനെ അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടണം എന്നൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് തുടങ്ങിയിരുന്നതെങ്കിൽ അതൊരിക്കലും സക്സസ് ആവില്ല. അതേസമയം ധനം നമ്മുടെ അടുത്ത് എത്തിക്കാനുള്ളതായിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി ഇവരുടെ എല്ലാവരുടെയും കർമ്മത്തിൽ നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം. കുറച്ച് സമയത്തെ തൻ്റെ സമയവും ധനവും ഊർജവും അതുപോലെ തന്നെ പൈസയും എഫേർട്ടും എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് ആ കാലഘട്ടത്തിൽ ആ ഡെപ്പോസിറ്റിന് വേണ്ടി മാത്രം വർഷങ്ങളോളം, ചിലപ്പോൾ 5 വർഷം 10 വർഷം, ലാഭം നോക്കിയാൽ 0, അതിനുവേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഒരു കാര്യം അറിയാം, ഒരാളിൽ നിന്ന് 100 രൂപ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഷ്ടമായിരിക്കാം, അതേസമയം ഒരാളിൽ നിന്ന് 1 രൂപ കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. 100 ആളിൽ നിന്ന് ഓരോ രൂപ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ എളുപ്പത്തിൽ 100 രൂപ കയ്യിൽ വരും. ഈ ഒരു പോളിസി ഉപയോഗിച്ചുകൊണ്ട് കാത്തിരുന്ന് അതിന് വേണ്ട എഫേർട്ട് കൊടുത്ത് അത് കഴിഞ്ഞ ശേഷം വരുമാനം വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ, പിന്നെ ഒരു സ്ഥിരമായിരിക്കുന്ന ഒരു ഫ്ലോ, ഇത് നമ്മൾ എപ്പോഴും ധനികന്മാരുടെ മെൻറ്റാലിറ്റിയിൽ കാണുന്നതാണ്. മീൻസ് തൻ്റെ അധ്വാനവും സമയവും ധനവും ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈം ഡെപ്പോസിറ്റും ലോങ് ടൈം അതിൽ നിന്നുള്ളതായിട്ടുള്ള വരുമാനവും, ഇതാണ് എപ്പോഴും അവർ ഉണ്ടാക്കുന്നതായിട്ടുള്ള പോളിസി. ഞാൻ അധികവും പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തമാശ തോന്നാറുണ്ട്,
ഹാർഡ് വർക്കല്ല, അവർ അധികവും സ്മാർട്ട് വർക്ക് ഉപയോഗിക്കുകയാണ് ധനികരായിട്ടുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി. അതേസമയം എൻ്റെ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫലം എനിക്ക് ഇന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, അഥവാ ഹാർഡ് വർക്ക്. ഇതാണ് എപ്പോഴും ആ ഒരു പുവർ മെൻറ്റാലിറ്റി നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നാറുണ്ട്, ധനികരായിട്ടുള്ള ആൾ എപ്പോഴും തലയുടെ ഈ ഭാഗത്തിന്, കഴുത്തിന് മേലെയുള്ള ഭാഗം കൂടുതൽ പ്രവർത്തിക്കും, അവരുടെ ശരീരത്തിൽ കഴുത്തിന് താഴെയുള്ള ഭാഗത്തിൻ്റെ പ്രവർത്തനം കുറവായിരിക്കും. അതേസമയം പുവർ മെൻറ്റാലിറ്റിയുള്ള ആളുകളുടെ ഈ ഭാഗത്തിൻ്റെ യൂസ് കുറവും ഈ ഭാഗത്തിൻ്റെ യൂസ് കൂടുതലും ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മെൻറ്റാലിറ്റീനെ മാറ്റിയാലാണ് നമുക്ക് ദരിദ്രനിൽ നിന്ന് ധനികനാവുന്നത്. അതുകൊണ്ട് മനസ്സിൻ്റെ ചിന്തകളിലാണ് മാറ്റം വരുത്തേണ്ടത്, നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. നിങ്ങളുടെ മനോഭാവവും അധ്വാനവും ധനവും ഒന്നിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ജനിച്ചത് ദരിദ്രനായിട്ടാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ജീവിതം കൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട് നമുക്ക് ധനികൻ്റെ അവസ്ഥയിൽ എത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിത് പറഞ്ഞപ്പോൾ കുറേ ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും, സിസ്റ്റർ ഈ പറഞ്ഞത് റിലയൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ അദാനിയെക്കുറിച്ച്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് TV കൊണ്ടുവരുന്ന വീഡിയോകോൺ, അങ്ങനെയുള്ളതായിട്ടുള്ള വലിയ വലിയ കമ്പനികളെക്കുറിച്ച്, ധനികരെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞു തന്നെ ഉള്ളൂ. സാധാരണക്കാരൻ്റെ അവസ്ഥ സിസ്റ്റർക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ്. അല്ല, എൻ്റെ മനസ്സിൽ ഇത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് 95% സാധാരണക്കാരാണ് എൻ്റെ മനസ്സിലെ ചിത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ ധനികൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ചത്? എന്താണ് സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒറ്റയടിക്ക് 2.5 ലക്ഷം കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും നിങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടും പറ്റില്ല. ഒരു പക്ഷേ 2.5 ലക്ഷം കോടി രൂപ നമ്മുടെ തലമുറകളായിട്ടുള്ള സമ്പാദ്യം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, 2500 രൂപ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സ്വന്തം അവനവൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗത്തെ ദിവസവും നമ്മുടെ ഡെപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചെറിയ എമൗണ്ട് ഏതെങ്കിലും രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത്, ഈ രീതിയിൽ അതൊന്ന് ലോങ് ടേം കഴിഞ്ഞ ശേഷം റെഗുലർ ഇൻകം വരത്തക്ക രീതിയിലുള്ള ഒരു ഡെപ്പോസിറ്റിന് വേണ്ടി തൻ്റെ പൈസയിൽ നിന്ന് ഒരു ഭാഗം എടുത്തു വയ്ക്കാൻ, അതിന് 10 രൂപയേ ഉള്ളൂ, 1 രൂപ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയെങ്കിലും ഒരു ഇൻകത്തിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ കാര്യത്തിന് പൈസേനെ റെഗുലർ യൂസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആ പൈസേനെ ലോങ് ടേം യൂസിലേക്ക്, ലോങ് ടേം ഇൻകം വരുന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിനുണ്ടാവുന്ന ഇൻകം കൊണ്ട് കുറച്ചുകൂടെ വലുത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ചെറുതിൽ നിന്ന് ആരംഭിച്ച് ഈ ഒരു സ്ട്രാറ്റജീനെ കുറച്ച് ചിലവാക്കാനുള്ളതിൽ നിന്ന് മാറ്റിവെച്ച് ഈവൻ ഒരു നേരം ആഹാരം കഴിക്കാനുള്ള പൈസയെ നിങ്ങൾക്ക് കിട്ടാനുള്ളൂ എങ്കിൽ 3/4 വയറ് ആഹാരം കഴിച്ച് ആ ഒരു 1/4 ഭാഗം കൊണ്ട് എടുത്തു വയ്ക്കുക. ഞാൻ ഓർമ്മിക്കും, എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു അമ്മ ഒരു നേരത്തെ വയറ് വലിച്ചു കെട്ടി, അമ്മയുടെ ഭാഷയാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഒരു നേരത്തെ വയറ് വലിച്ചു കെട്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് എന്ന് എന്നോട് അഭിമാനത്തോടെ പറയുന്ന ഒരു അമ്മ, എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന നാട്ടും പുറത്തൊരു അമ്മേനെ എനിക്കറിയാം. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ കുറച്ചിട്ടാണെങ്കിൽ പോലും കുറച്ച് പൈസേനെ നിങ്ങൾ നിങ്ങളുടെ സൂക്ഷിപ്പിലേക്ക് വെക്കണം. ആ പൈസ എടുത്തുപയോഗിക്കാനുള്ളതേ ഇല്ല, അതാ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നിട്ട് അതിന് എന്തെങ്കിലും കുറച്ചും കൂടെ കണ്ടിന്യൂസ് ഇൻകം ഉണ്ടാവുന്ന ഒരു കാര്യത്തിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഇൻകം ഉണ്ടാവുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ രീതിയിൽ പൈസയെ പ്രോപ്പർ മാനേജിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് ശൂന്യത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലും നാളത്തെ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ആ ഒരു ഹൈ ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് മെൻറ്റാലിറ്റിയാണ് ധനികനും ദരിദ്രരും ആക്കുന്നത്. നിങ്ങളുടെ മെൻറ്റാലിറ്റീനെ ഒരു റിച്ച് മെൻറ്റാലിറ്റിയാക്കി മാറ്റൂ, മനോഭാവത്തിനെ സമ്പന്ന മനോഭാവമാക്കി മാറ്റൂ. എന്നാൽ തീർച്ചയായിട്ടും സന്തോഷവും സമ്പന്നതയും മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തുചേർന്നുവെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിലും അത് ഒത്തുചേരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.